പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഒരിക്കലും മടി വിചാരിക്കരുത്. കാരണം ഇന്ന് രാത്രി ചത്തുപോയ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട പണി ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയാൻ പറ്റില്ലല്ലോ, കാലം വല്ലാണ്ട് മാറിപ്പോയി. എനിക്ക് നല്ല ഉറപ്പാണ്, ചിലപ്പോൾ ഈ രാത്രിയും ഞാൻ മരണപ്പെടാം. എപ്പോൾ വേണമെങ്കിലും തമ്പുരാൻ്റെ അടുത്തെത്താം. ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒരു പണിയില്ല പ്രിയപ്പെട്ടവരെ, ഒരു ടെൻഷനും വേണ്ട. വാതുക്കെ ചെല്ലുമ്പോൾ മുതൽ സ്വർഗത്തിൽ നിന്ന് ഒച്ച കേൾക്കാം. ഇപ്പം ശാലോമിലേക്ക് കടന്നു വരുന്നവർക്ക് കേൾക്കാൻ പറ്റും, ഇവിടെ കുറേ ആത്മാക്കളിരുന്ന് ഒച്ചപ്പാടുണ്ടാക്കണത്. എന്നിട്ട് കടന്നു വരുന്നവർക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, സ്വർഗത്തിൻ്റെ വാതുക്കെ ചെല്ലുമ്പോൾ തുടങ്ങി നമുക്ക് കേൾക്കാൻ പറ്റും. വേറെ ഓരോ ഒച്ചയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും മാലാഖ പറയും, ഇത് ആ ഗ്യാപ്പിലേക്ക് കയറിയെന്നോ, അങ്ങ് കയറിയിക്കുക, കൈ അങ്ങ് വെക്കുക, താങ്ങിക്കുക. എങ്ങാനും ഈ രാത്രി സ്വർഗത്തിൽ ചെന്നാ ചെല്ലണവരൊക്കെ പറയും, മഞ്ഞളച്ചി ഇപ്പോൾ പറഞ്ഞ് തീർത്തിയുള്ളൂ, അപ്പോഴേക്കും ഇവിടെ വന്ന് ഇത് തന്നെ പരിപാടിയെന്ന് എന്തൊരു പെട്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ചെയ്യേണ്ട പരിപാടി അത്. ചെറിയ വേദപാഠ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ വേദപാഠ പുസ്തകം കണ്ടുണ്ടോ? ഒരു ചുമന്ന ചട്ടയുള്ള പുസ്തകമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. ഖുർആനേക്കുള്ള ഒരുങ്ങുമ്പോൾ കന്യാസ്ത്രീ കൊണ്ടുതരുന്ന പുസ്തകമാണത്. അതിനകത്ത് നമ്മൾ കാറ്റക്കിസം പഠിച്ചിട്ടുണ്ട്, ചോദ്യോത്തരം. കാറ്റക്കിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, ചോദ്യോത്തരം. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? പഠിച്ചിട്ടില്ലേ? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കർത്താവിനെ കാണാൻ. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജന്മത്തിൻ്റെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഉടായിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണത്. സത്യത്തിൽ പരിപാടി ഇതാണ്, ഈ ലോകത്ത് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, മരിക്കണം, സ്വർഗത്തിൽ ചെല്ലണം, കർത്താവിനെ കണ്ട് സന്തോഷിക്കണം. അവിടെ ചെന്നാൽ ഒന്നും നമ്മളെ ബാധിക്കില്ല. അവിടെ ഒന്നും പ്രളയമൊന്നുമില്ല എന്നാണ് പറയണേ. അവിടെ ഒരു ഉരുളുപൊട്ടലും ഇല്ല. അവിടെ സ്ഥലത്തിന് ഒരിക്കലും വില കുറയില്ല. സ്വർണത്തിന് ഡിമാൻഡ് ഒരു കാലത്തും മങ്ങില്ല. അവിടെ ഇത് മാത്രമുള്ള പരിപാടി. ചെല്ലുക, കിട്ടണ ഗ്യാപ്പിലേക്ക് കയറിയിരിക്കുക, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്ന് നോക്കുക, ചെയ്യണവരുടെ കൂടെ അങ്ങോട്ട് ചെയ്തേക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട. അവർക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഡിസംബർ മാസത്തിൻ്റെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്ന, വല്ലാണ്ട് ബലം തരുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം, തിരുപ്പിറവി. ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന് സ്നേഹത്തിൻ്റെ പാട്ടുകാരൻ യോഹന്നാൻ എഴുതി വയ്ക്കണം, അല്ലേ? തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ, തന്നിൽ ആശ്രയിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏക മോനെ, പൊന്നു മോനെ തരാൻ മാത്രം, അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗത്തിന് വരുമ്പോൾ എന്നോട് പറയായിരുന്നു, അച്ഛാ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒത്തിരി മക്കൾ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ ഈ ദിവസത്തിന് വേണ്ടി. ഇന്ന് എന്താ തമ്പുരാൻ പറയാൻ പോണത്? ഇന്ന് എന്ത് ബലമാണ് കർത്താവ് എനിക്ക് തരാൻ പോണത്? ഏത് ഊന്നുവടിയാ ദൈവം ഇന്ന് എന്നെ ഏൽപ്പിക്കാൻ പോണത്? ചിന്തിച്ച് കാത്തിരിക്കുന്ന അനേകം മക്കളുടെ പ്രതിനിധികളാണ് എൻ്റെ മുമ്പിലിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് അച്ഛനിത് പറഞ്ഞത്. നമ്മളെ വല്ലാണ്ട് ബലപ്പെടുത്തുന്ന ഒരു വചനമാണത്. നമ്മളെ ഒത്തിരി ശക്തിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണത്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം, സുന്ദരമായ വചനം ലുക്കാ മനോഹരമായിട്ട് എഴുതുന്നു. 2-ാം അധ്യായം 1 മുതലുള്ള വചനം. അക്കാലത്ത് ലോകം ആസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം
എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോട് കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുപ്പിറവിയെ കുറിച്ച് ധ്യാനം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലോകത്ത് കർത്താവിൻ്റെ ഈ വചനം കേൾക്കാനിരിക്കുന്ന അനേകം മക്കളുടെ പ്രതിനിധികളാണ്. അനേകം മക്കളുടെ വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, ദുഃഖദുരിതങ്ങളുടെ, 100,000 ചോദ്യങ്ങളുടെ നടുവിൽ നെടുവീർപ്പെടുന്ന ഒത്തിരി മനുഷ്യരുടെ പ്രതിനിധികളാണ് നമ്മൾ. ആ ബോധ്യത്തോടെ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലും ആശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മക്കൾക്കും വേണ്ടിയാണ് നമ്മൾ വചനം കേൾക്കുന്നത്. എല്ലാ മക്കൾക്കും വേണ്ടിയാ അച്ഛൻ ഈ ത്യാഗം ചെയ്യണത്. എല്ലാ മക്കൾക്കും വേണ്ടിയാ ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്ക് വേണ്ടി മാത്രമല്ല, ആ വലിയ ബോധ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. ഈശോ പിറക്കാതെ പോയ സത്രങ്ങളും ഈശോ പിറന്ന പുൽക്കൂടും, ഇത് തമ്മിലുള്ള അന്തരം നമ്മൾ ധ്യാനിക്കണം. കർത്താവ് പിറക്കാതെ പോയ സത്രങ്ങൾ, കർത്താവ് പിറന്ന കാലിത്തൊഴുത്ത്. മഹാനായ ഫുൾട്ടൻ ജേഷീൻ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കത്തോലിക്ക വചന പ്രഘോഷകൻ ഫുൾട്ടൻ ജേഷീൻ, അദ്ദേഹം പറയും, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകത, അവൻ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. ഹീ ഈസ് ബിയോണ്ട് അവർ കാൽക്കുലേഷൻസ്. ഒരിക്കലും നമ്മുടെ ദൈവത്തെ നമുക്ക് വിചാരിക്കുന്നത് പോലെ ഒതുക്കി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, പരിശുദ്ധാത്മാവിനെ കുപ്പിയിലിറക്കാൻ പറ്റില്ല, പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കാൻ പറ്റില്ല. കാരണം ദൈവം നിന്റെ സങ്കല്പങ്ങൾക്കും നിന്റെ ചിന്തകൾക്കുമൊക്കെ വളരെ 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 അപ്പുറത്താണ്. നാം അല്പം പോലും പ്രതീക്ഷിക്കാത്തിടത്ത്, നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധത്തിലാണ് പലപ്പോഴും ദൈവത്തിൻ്റെ കടന്നുവരവ്. ഈ ഒരു അടിസ്ഥാനപരമായ സത്യം നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മുടെ മാനുഷികമായ ജീവിതം അതല്ല നമ്മളെ പഠിപ്പിച്ചേക്കണത്. നമ്മുടെ മാനുഷികമായ ജീവിതം എന്താ പറഞ്ഞു തരണേ നമുക്ക്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അതങ്ങനെയാണ്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥരാവും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കണത് എപ്പോഴാണ്? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കണപ്പോഴാണ്? ഒരു സംശയം വേണ്ടട്ടാ. എപ്പോഴാണോ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ പെരുമാറണത്, അപ്പോഴാ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളേറ്റവും ഇഷ്ടം. സത്യമായിട്ടുള്ള കാര്യം പറയണേ. എപ്പോഴാ ഒരു ഭർത്താവിനെ ഭാര്യയ്ക്കിഷ്ടം? കെട്ടിയോൾക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതും ചെയ്താൽ പിന്നെ ആ ദുഷ്ടം നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി തരൂ? ഒന്നും ഉണ്ടാക്കി തരില്ല. ഒന്നും ഉണ്ടാക്കി തരില്ല. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തിന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറയും. ഭർത്താവിനോട് ഭാര്യയ്ക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നുന്നത്? എപ്പോഴാണോ ഭാര്യയുടെ മനസ്സിലുള്ള ഭർതൃസങ്കല്പത്തോട് നിന്റെ ജീവിതം ഏറ്റവും അടുത്ത് വരുന്നത്, അപ്പോഴാണ് നിന്റെ കെട്ടിയവൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരു സംശയം വേണ്ടട്ടാ. ചേട്ടാ അത് മേടിക്കാലോ, മറ്റേതോ മേടിക്കാലോ. അപ്പം ഇന്നാള് പറഞ്ഞതാ മേടിക്കാലോ. കെട്ടോള് പറയും തങ്കപ്പെട്ട ഭർത്താവാ,
നാളെ ആരോ പറഞ്ഞ് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഭർത്താക്കന്മാർ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് വാങ്ങിക്കാലോ. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പറയുമ്പോൾ പറയണം വാങ്ങിക്കാലോ. പിന്നല്ലേ എപ്പോഴാണോ ഭാര്യയുടെ മനസ്സിനിണങ്ങുന്ന ഒരു ഭർത്താവായി നീ മാറുന്നത്, അപ്പോഴാണ് നിന്റെ ഭാര്യയ്ക്ക് നിന്നെ ഏറ്റവും ഇഷ്ടം. എപ്പോഴാ ഭാര്യനെ ഭർത്താവിന് ഇഷ്ടം? നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ സ്നേഹിക്കണത് അയാളുടെ മനസ്സിലുള്ള ഭാര്യാസങ്കല്പത്തോട് എപ്പോഴാണോ നിന്റെ ജീവിതം ഏറ്റവും അടുത്ത് വരും. പ്രതീക്ഷകളിലാണ് മനുഷ്യ ജീവിതം മുഴുവനും മുന്നോട്ട് പോണത്. പ്രതീക്ഷിക്കാത്തത് സംഭവിച്ച ആരും ഇഷ്ടമല്ല. അച്ഛൻ്റെ കാര്യം പറയാം. എൻ്റെ ഇടവകക്കാരെ എപ്പോഴാണ് എനിക്ക് ഇഷ്ടം എന്നറിയാമോ? വികാരി അച്ഛനെ എപ്പോഴാണ് ഇടവകക്കാരിഷ്ടം നിങ്ങൾക്കറിയാല. ഞാൻ 10 രൂപ നേർച്ച ഇടാൻ പറയുമ്പോൾ 100 രൂപ ഇട്ടാണ്ടില്ല. ഞാൻ പറയും, ഓ കർത്താവേ, ഇവിടെ വന്നത് എന്തോരം വലിയ ഭാഗ്യമാണ്, എന്തൊരു നല്ല മനുഷ്യർ. ഞായറാഴ്ച പിരിവ് കൂടി വരുമ്പോൾ വികാരിച്ചിന് ഇടവകക്കാരെ ഭയങ്കര ഇഷ്ടം. പ്രദക്ഷിണത്തിന് പോകുമ്പോൾ മിണ്ടാണ്ട് നടക്കണ കാണുമ്പോൾ എന്തൊരു സന്തോഷ. ആരാധനയ്ക്ക് എല്ലാം ഓടിപ്പടഞ്ഞ് വരണ കാണുമ്പോൾ എന്തൊരു ഇഷ്ടമാണ്. നോമ്പ് നോക്കാൻ പറയുമ്പോൾ കൃത്യമായി നോമ്പ് നോക്കുന്ന ഇടവകക്കാരെ വികാരിയച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. വികാരിയച്ഛന് എപ്പോഴാണ് ഇടവകക്കാർ ഇഷ്ടാവണത്? വികാരിയച്ഛൻ്റെ മനസ്സിൽ ഇടവകക്കാരെ കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്. അതിനോട് എപ്പോഴൊക്കെ ഇടവകക്കാർ ഏറ്റവും അടുത്ത് വരുന്നോ അപ്പം അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കാൻ തോന്നി എനിക്ക്. എൻ്റെ ഇടവകക്കാർക്ക് എന്നെ എപ്പോഴാണ് ഇഷ്ടം എന്നറിയാമോ? എനിക്ക് നല്ല ഉറപ്പാ. തല അരച്ചതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടാ, ഒരിക്കലും വെറുക്കില്ല ഓമാർ, അതൊന്നും യാതൊരു കുഴപ്പമില്ല. എൻ്റെ ഇടവകക്കാർക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടാ എപ്പോഴൊക്കെ അവർ വെഞ്ചിരിക്കാൻ പറയണോ, എപ്പോഴൊക്കെ ഖുർആൻ അർപ്പിക്കാൻ പറയണോ, എപ്പോഴൊക്കെ ഒപ്പീസ് പാടാൻ പറയണോ, എപ്പോഴൊക്കെ നെറ്റിപ്പട്ടം കെട്ടി മുമ്പിൽ നിൽക്കാൻ പറയണോ, അപ്പോഴൊക്കെ ഞാൻ നിന്നാ അവർക്ക് എന്നെ ഇഷ്ടമാണ്. എങ്ങാനും മാറ്റം വരുമ്പോൾ അവരോടി മെത്രാനച്ഛൻ്റെ അടുത്ത് പോയി പറയും, ഈ അച്ഛൻ ഇവിടെ തന്നെ മരിച്ച് സംസ്കരിക്കപ്പെട്ടോട്ടെ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടം എന്നെ. അച്ഛൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പ്രതീക്ഷകളിലാണ്. പക്ഷെ ദൈവം പ്രതീക്ഷകൾക്കും അപ്പുറത്ത് വർത്തിക്കുന്നൊരു ദൈവമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അവൻ്റെ പെരുമാറ്റ രീതികളൊക്കെ. അവൻ്റെ മനുഷ്യാവതാരം, അവൻ്റെ പരസ്യ ജീവിതം, അവൻ്റെ കുരിശുമരണം, അവൻ്റെ ഉദ്ധാനം, ഇന്നും അവൻ ഇടപെടുന്ന വിധങ്ങളും രീതികളും നമ്മളെ വിസ്മയിപ്പിക്കും പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിത് പറയണത്, നിന്റെ ദൈവം പ്രതീക്ഷിക്കാത്തിടത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വിധത്തിലും രീതിയിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമാണ്. സമ്പൂർണമായ സമർപ്പണത്തെ മാത്രം കൈമുതലാക്കി ദൈവം മനോഹരമായി കടന്നു വരുന്ന ചില നിമിഷങ്ങളിലൊന്നാണ് കർത്താവിൻ്റെ തിരുപ്പിറവി. അത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിലേക്കും ദൈവം ഇടപെടുന്നത് അങ്ങനെയാണ്. നേരത്തെ നമ്മൾ സാക്ഷ്യത്തിൽ കേട്ട് പീറ്റർ മനോഹരമായിട്ട് ബ്രദർ പറയണുണ്ടായിരുന്നു, എത്ര ഗംഭീരമായിട്ടാണ് ദൈവം ഈ മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. പട്ടാളക്കാരനാവാൻ ആഗ്രഹിച്ചവനെ ദൈവത്തിൻ്റെ പട്ടാളക്കാരനാക്കി മാറ്റുന്ന കർത്താവിൻ്റെ വിസ്മയം. അത് പീറ്ററിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കത്തോലിക്ക സഭയിലും ദൈവത്തിൻ്റെ ഈശോയുടെ എല്ലാ സഭകളിലും നമ്മൾ കണ്ടുമുട്ടുന്നൊരു യാഥാർത്ഥ്യം അത്. ദൈവം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് ഇടപെടുന്നു. കർത്താവിൻ്റെ തിരുപ്പിറവിയെ ധ്യാനിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദൈവമുണ്ട്. ഞാൻ കരുതുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ കാത്തിരിക്കുന്നത് പോലെ അല്ല ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുക. എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ആവാത്ത വണ്ണം, ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത വിധം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നവനാണ് സർവശക്തനായ എൻ്റെ കർത്താവെന്ന് ഒരു ഉറച്ച ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾ വല്ലാണ്ട് സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ മറിയത്തെ കൊണ്ട് പറയിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ട
ഇഷ്ടം പോലെ നടക്കട്ടെ. എങ്ങനെ മനസ്സിലാവും 13 വയസ്സുള്ള ഒരു പെണ്ണിന് ഒരു പരപുരുഷ സംസർഗമില്ലാതെ ഗർഭം ധരിക്കുന്ന യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാവും പ്രിയപ്പെട്ടവരെ? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ന് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും നമുക്ക് പിടികിട്ടുമോ ഈ സത്യം? ഇത്രയും വളർന്നല്ലോ ശാസ്ത്രം, എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഇന്നും നമുക്ക് മനസ്സിലാവൂ പരപുരുഷ സംസർഗമില്ലാതെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ എങ്ങനെ ഒരു ജീവൻ അങ്കുരിക്കും? പക്ഷെ മറിയത്തിനറിയാം, മൈ ഗാഡ് ഈസ് ബിയോണ്ട് മൈ കാൽക്കുലേഷൻസ്. എൻ്റെ ദൈവം എൻ്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ളൊരു ദൈവമാണ്. ഈ ബോധ്യം വന്നപ്പോൾ മറിയം പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഔസേപ്പ് പറഞ്ഞ് ഓക്കെ, ഐ ആം റെഡി. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആർക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ? ആർക്ക് മനസ്സിലാവും എന്നാ പറയണേ? ഞാൻ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ ഔസേപ്പ് എന്ന് പറയണവൻ എങ്ങനെ ഈ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ട് നസ്രത്തിൻ്റെ ഊടുവഴിക്കോടിയും പെരുവഴിക്കോടിയും നടന്നു? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മളാണെങ്കിൽ ആലോചിക്കും, ഇവിടെ ഇരിക്കണ ഇഷ്ടംപോലെ പേരുണ്ടല്ലോ കല്യാണം കഴിച്ചവർ. കല്യാണം മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടണം. ആരെങ്കിലും വരട്ടെ, ഈ മാലാഖ തന്നെ വേണമെന്നില്ലല്ലോ. ആരെങ്കിലും വന്ന് പറയട്ടെ, എടാ നീ കെട്ടാൻ പോണ പെണ്ണില്ലേ? ഓ ലില്ലി, അതെ പ്രഗ്നന്റ് ആട്ടാ. എങ്ങനെയുണ്ടാവും? നമ്മുടെ മനസ്സ് ഏത് വഴിക്ക് ഓടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അയാൾ പറയുക, പേടിക്കണ്ടട്ടാ, പരിശുദ്ധാത്മാവിനാലാണ്. പ്രശ്നം തീരുമോ? പ്രശ്നം തീരില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഔസേപ്പ് ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നസ്രത്തിന്റെ വഴിക്കോടെ നടക്കുമ്പോൾ വഴിയിൽ കണ്ടവരൊക്കെ ഔസേപ്പിനോട് ചോദിച്ചിട്ടുണ്ടാവും, ദേത ഔസേപ്പ് ഈ കൊച്ച്, തൻ്റെ ഒരു ചായയും ഇല്ലല്ലോ, ഒക്കെ പെട്ടെന്നായിരുന്നില്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ പാവം? നിസാര കാര്യത്തിനൊക്കെ കെട്ടിയോനും കെട്ടിയോളും കൂടി വഴക്കടിക്കുമ്പോൾ അവളുടെ ഷേപ്പ് ശരിയല്ല, മുടിക്ക് നീട്ടില്ല, അങ്ങേരുടെ കണ്ണ് കോങ്കണ്ണാണ്, മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ വശമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ തള്ളി പറയുമ്പോൾ ഈ ഔസേപ്പ് പുണ്യാളിനെ വല്ലപ്പോഴും ഒന്നും നോക്കിക്കൊള്ളൂട്ടാ. അങ്ങേരുടെ കയ്യിലെ കൊച്ചിരിക്കണണ്ടാ, ഇയാൾ എങ്ങനെ ഇതിനെ കൊണ്ടുനടന്ന്? ഇതൊക്കെ ദൈവത്തിൻ്റെ മോനാന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അത്രമാത്രം കൃപ കിട്ടിയവർക്ക് പറ്റുള്ളൂ. അതാ അച്ഛൻ പറഞ്ഞത്, എൻ്റെ ദൈവം എൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള ഒരു ദൈവമാണെന്ന് ഔസേപ്പിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഔസേപ്പിന്. അങ്ങ് താഴോട്ട് പോന്നോട്ടെ, ക്രിസ്മസിന് കുറെ ആട്ടിടയന്മാർ ചുമ്മാ ബോധം കെട്ട് ഉറങ്ങണ നേരത്തെ ആ മൂട്ടിലടിച്ച് എഴുന്നേപ്പിച്ചത് എല്ലാത്തിനെയും. മാലാഖ പറഞ്ഞ് ബത്ലഹം വരെപ്പോ എന്ത് പരിപാടി? അവിടെ ഒരെണ്ണത്തിന് പിള്ളക്കച്ചുണ്ട് എന്നൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ്, കീറത്തുണി പൊതിഞ്ഞ് ഒരെണ്ണത്തിനെ കിടത്തിയിട്ടുണ്ട്, ഒന്ന് പോയി കാണ്. ലോകത്തിൻ്റെ സദ്വാർത്ത, സകല ജനത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. കാര്യാട്ടിടയന്മാരാണെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ ഇല്ലേ? അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ അവർക്കില്ലേ? കാര്യാട്ടിടയന്മാരാണ്. പക്ഷെ ആ ദരിദ്രവാസികൾ എഴുന്നേറ്റ് പറഞ്ഞ ഡയലോഗ് ലൂക്ക എഴുതി വെച്ചിട്ടുണ്ട്. അട്ടിടയന്മാർ പറഞ്ഞു, നമുക്ക് ബത്ലഹം വരെ പോവാം, മാലാഖ പറഞ്ഞതെന്തെന്ന് കാണാം. അവരും വിശ്വസിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവം കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ളൊരു ദൈവമാണ്. ഇതാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം, ഈ ഒരു ബോധ്യം എന്ന് നിന്റെ ചങ്കിൻ്റെ ഉള്ളിൽ കയറണോ, ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദനകൾക്കും നിനക്ക് ഉത്തരവുണ്ട്. നിന്റെ സകല കഷ്ടപ്പാടുകൾക്കും നിനക്ക് മറുപടി ഉണ്ട്. കാരണം ഇതിൻ്റെ ഒക്കെ ഇടയിലൂടെയും അത്ഭുതങ്ങൾ തീർക്കാൻ കെൽപ്പുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ബോധ്യം, അത് നിസ്സാര ബലമൊന്നും അല്ല എൻ്റെ മനസ്സിന് തരണത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര വിവരവും വെള്ളിയാഴ്ച ഉള്ളവരാ പൂജരാജാക്കന്മാർ. നല്ല വിവരവും വെള്ളിയാഴ്ച ഉണ്ട് ഇവന്മാർക്ക്. അത്ര തറ പാർട്ടീസൊന്നുമല്ല. ഒരു കറുത്തതും 2 വെളുത്തതും. 3 എണ്ണത്തിനും മാലാഖ വട്ടം നിന്ന് മാലാഖ പറഞ്ഞ്, നക്ഷത്രം കണ്ട ഉവാ, പിന്നാലെ പോയിക്കോ. എവിടേക്കാന്നൊന്നും ചോദിക്കണ്ടിട്ടാ, പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. എവിടെ പോയി നക്ഷത്രം നിൽക്കണോ അതിനുള്ളിലുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ദൈവം. പൂജരാജാക്കൾ വിശ്വസിച്ച്, ഇറ്റ്സ് അമേസിങ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായിട്ടാണ് ഈ മനുഷ്യര് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ നെഞ്ചേറ്റണത്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന വിധങ്ങളെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തി രീതികളെക്കുറിച്ച് വ്യക്തമായ അവബോധം, ആത്മീയത, ഇതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഇതാണ് പ്രിയപ്പെട്ടവരെ. അല്ലാണ്ട് ചുമ്മാ നന്മ അറിഞ്ഞറിയും സ്വർഗസ്ഥനായും ചെല്ലണതല്ല പ്രാർത്ഥന. വലിയ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അലറി നിലവിളിക്കേണ്ടതല്ല പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ചങ്കിനകത്ത് പേർത്തും പേർത്തും പെയ്തിറങ്ങുന്ന ഈ ദൈവാശ്രയ ബോധമുണ്ടല്ലോ. ഏത് പ്രളയം വന്നാലും, എത്ര ഉരുള് പൊട്ടിയാലും, എന്തൊക്കെ കഷ്ടാരിഷ്ടതകളിലൂടെ കടന്നു പോയാലും ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. കാരണം എൻ്റെ ദൈവം എൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ഇന്ന് തകർച്ചയെന്ന് കരുതുന്നത്, ഞാൻ ഇന്ന് പോരായ്മയായി ഗണിക്കണത്, എൻ്റെ ജീവിതം വഴിമുട്ടിയെന്ന് നിരാശപ്പെടുന്നതൊക്കെ എൻ്റെ ദൈവം അത്ഭുതമായിട്ട് മാറ്റും. മറിയത്തിന് ആ കൃപ കിട്ടി, ഔസേപ്പിന് ആ കൃപ കിട്ടി, ആട്ടിടയന്മാർക്ക് ആ കൃപ കിട്ടി, പൂരരാജാക്കന്മാർക്ക് ആ കൃപ കിട്ടി. എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? ക്രിസ്മസ് ഉണ്ടായി. ക്രിസ്മസ് ഉണ്ടായി. അവരുടെ ജീവിതത്തിൽ ദൈവം പറന്നു. അവരുടെ ജീവിതം അടിമുടി രൂപാന്തരപ്പെട്ട്, അവരുടെ ജീവിതം വല്ലാണ്ട് പരിവർത്തനത്തിലൂടെ കടന്നുപോയി. അവർ മാറ്റത്തിൻ്റെ മനുഷ്യരായി മടങ്ങിപ്പോയി എന്നാണ് ബൈബിള്, സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവം പ്രതീക്ഷിക്കാത്തിടത്ത്, പ്രതീക്ഷകൾക്കും അപ്പുറം അത്ഭുതകരമായി നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കർത്താവാണ്. ഇന്ന് ദുരന്തമെന്ന്, ദുരിതമെന്ന്, തകർച്ചയെന്ന് നീയും നിന്റെ സർവ്വലോകവും മുദ്രകുത്തുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിന്ന് അത്ഭുതകരമായി നിന്റെ വീണ്ടെടുക്കാനും, ഈ ലോകത്തിൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി പിടിച്ച് നടക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തെ ബലപ്പെടുത്താനും കഴിവുള്ള, കരുത്തുള്ള ഒരു ദൈവത്തിലാണ് നീ ആശ്രയിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. മറിയം അങ്ങനെയാണ് ദൈവത്തിൻ്റെ അമ്മയായത്, ലോകത്തിൻ്റെ സഹരക്ഷകയായത്. ഔസേപ്പ് അങ്ങനെയാണ് ദൈവപുത്രൻ്റെ വളർത്തുപിതാവായത്. അങ്ങനെയാണ് പാവപ്പെട്ട ആട്ടിടയര് ആദ്യത്തെ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മാറിയത്. പൂജരാജാക്കള് ധന്യതയോടെ മടങ്ങിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നക്ഷത്രം എന്ന് പറയുന്നത് ഈ പ്രതീക്ഷയുടെ അടയാളമാണ്, ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീട്ടിലൊക്കെ ക്രിസ്മസിന് നക്ഷത്രം ഇടാറില്ല. എൻ്റെ ഇടവക പള്ളിയിലും ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ നക്ഷത്രം ഇടില്ല. നക്ഷത്രം ഇടാത്തതിൻ്റെ കാരണം പറയണത് വീട്ടിൽ ആരാണ്ടൊക്കെ മരിച്ചു എന്നാണ്. അങ്ങനെയുണ്ട്. വീട്ടിൽ ആരെങ്കിലും മരിച്ച ആ കൊല്ലം ക്രിസ്മസിന് നക്ഷത്രം ഇടില്ല. ഇതെല്ലാവരും കേൾക്കണ കാരണമാണ് ഞാനിത് ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കൃത്യമായിട്ട് പറയണത്. ആരെങ്കിലും മരിച്ച്, അതല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിൽ പോയി, ആർക്കെങ്കിലും രോഗം വന്നു, ചെറിയ തകർച്ച കുടുംബത്തിലുണ്ടായി, ഞാൻ കണ്ടിട്ടുണ്ട് ആ കൊല്ലം വീട്ടിൽ നക്ഷത്രം ഇടില്ല. അവിടെ ദുഃഖാചരണം എന്നാ പറയണേ, ദുഃഖാചരണം. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് വല്ല മരണം സംഭവിച്ച ഒരു പരിപാടി ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ കാണും. എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ. തൃശ്ശൂർക്കാർക്ക് ഒരു പരിപാടി ഉണ്ട്. എന്താന്നോ? ഞങ്ങളതിനെ പറയണത് വാലായിമ എന്നാണ്. വാലായിമ അതെവിടെ നിന്ന് വന്നാവോ വാക്ക്? വാലായിമ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലം വീട്ടിൽ കോഴിക്കറി വയ്ക്കാൻ പാടില്ല, പോത്തിറച്ചി വയ്ക്കാൻ പാടില്ല, പോർക്കിറച്ചി ഉണ്ടാക്കാൻ പാടില്ല, നക്ഷത്രം ഇടാൻ പാടില്ല, കോഴിക്കട്ട പിടിക്കാൻ പാടില്ല, ഒന്നും പാടില്ല എന്നാ പറയണേ. പക്ഷെ ആരുണ്ടാക്കിക്കൊണ്ട് വന്നാലും വയറിറച്ച് തിന്നും, കഴിക്കാണ്ടിരിക്കില്ലട്ടാ. കഴിക്കലൊക്കെ ഒരു മുറവലടക്കും. വാലായ്മ പലഹാരം എന്ന് അതിനെ പറയണേ. പെരുന്നാളൊക്കെ ആവുമ്പോഴേക്ക് എന്തൊരു സുഖാന്നറിയോ? എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവരും. ഈ എലി പത്താഴത്തിൽ കയറിയ പോലെയാ. ഒരു മുറിയിലൊക്കെ കൂട്ടിയിടും, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിന്നോണ്ടിരിക്കും. ബാലൻസ് വന്നാലും വന്നില്ലെങ്കിലും അയലക്കാർക്ക് കൊടുക്കും. അതന്നെ ചില അയലക്കാരിങ്ങനെ നോക്കിയിരിക്കും, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ. വാലായ്മ വരണല്ലേ, വാലായ്മ പലഹാരം എന്നാ പറയണേ. ഇത് എവിടെ നിന്നാണാവോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായി വന്നത്? എനിക്കറിയാൻ പാടില്ല. ആ കൊല്ലം ഒരു ആഘോഷവും പാടില്ലെന്നാ പറയണേ, ഒരു ആഘോഷവും പാടില്ല. ക്രിസ്മസിന് അത് കാരണം നക്ഷത്രം ഇടില്ല. ഈ അടുത്ത കാലത്ത് ഏതോ മതത്തിൽ പെട്ടവരൊക്കെ പറഞ്ഞു എന്നാ പറയണേ, ക്രിസ്ത്യാനിയുടെയാണ് നക്ഷത്രം, അത് മറ്റ് ജാതിക്കാരുടെ വീടിൻ്റെ ഉമ്മറത്ത് തൂക്കാൻ പാടില്ല.
അവനെവിടെ നിന്ന് കിട്ടിയ ആ വെളിപാടൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ആകാശത്ത് എന്തോരം നക്ഷത്രങ്ങൾ, ഇത് മൊത്തം ക്രിസ്ത്യാനിയുടെ ആയ കഥ എന്താണ്? ഭയങ്കരല്ലേ ലോകം, വല്ലാത്ത ലോകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. പ്രിയപ്പെട്ടവര്, നക്ഷത്രം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ സാധാരണ ധ്യാനിപ്പിക്കാൻ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. പക്ഷേ ഇത് പറയാൻ എനിക്ക് പേടിയാ, ആരൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ, കാലനില്ലാത്ത കാലമാണ്. എന്നാലും ഞാൻ പറയാം, കിട്ടി പോയാൽ പോയി. ഒരു കൊല്ലം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ നക്ഷത്രമില്ല. എൻ്റെ വീട്ടിൽ നക്ഷത്രമില്ല. ചെന്നപ്പോൾ തന്നെ അപ്പനോട് ചോദിച്ചു, അപ്പൻ നക്ഷത്രമില്ലല്ല. അപ്പം എൻ്റെ അപ്പം പറഞ്ഞ്, നക്ഷത്രം ഇടാൻ പാടുണ്ടോ? പാവപ്പൻ, അപ്പനൊരു പാവ മനുഷ്യനാ. അപ്പന് ഞങ്ങളുടെ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പറഞ്ഞു, എടാ ഈ കൊല്ലം നക്ഷത്രം ഇടാൻ പറ്റുമോ? എന്തേ? അമ്മമ്മ മരിച്ചേക്കല്ലേ. അപ്പം എങ്ങനെയാണ് നക്ഷത്രം ഇടണത്? സത്യം പറഞ്ഞ് എനിക്ക് സങ്കടമായി. സ്വഭാവം മോശമാണ്, എപ്പോഴും അത്ര നല്ലതല്ല. ഞാൻ അപ്പനോട് അന്ന് പറഞ്ഞു, അപ്പ പറഞ്ഞില്ല കേട്ടില്ലെന്ന് അപ്പം പറയരുത്. അപ്പം മരിക്കണ കൊല്ലം നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തും നിറച്ച് നക്ഷത്രമായിരിക്കും. ഞാൻ ഈവൻ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിക്കും. മാക്സിമം ഇട്ടോളാൻ പറയും. ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി ഇത് പറയണത്. ക്രിസ്മസിന് നക്ഷത്രം ഇടാത്തവര് ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ശരി പ്രിയപ്പെട്ടവരെ, നക്ഷത്രം വീടിൻ്റെ ഉമർത്ത് വേണം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുള്ള വീട്ടിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കണതാണ്, ചെയ്സറൊക്കെ വെച്ച്. ഓട്ടം തന്നെ ഓട്ടമാണ്. അമ്മാതിരി വൃത്തിയോടിനൊന്നും പോകണ്ടട്ടാ, അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നിന്റെ വീടിൻ്റെ മുമ്പിൽ ഒരു നക്ഷത്ര വിളക്ക് തെളിയണം. കാരണം എന്താന്നോ, ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞതാ, അപ്പം മരിക്കും, എൻ്റെ അമ്മ മരിക്കും, ഞാൻ മരിക്കും, നമ്മളൊക്കെ മരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദൈവം മരിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദൈവം മരിക്കാൻ പാടില്ല. നമ്മളൊക്കെ മരിക്കാനുള്ളതാ. കോഴിയിറച്ചി തിന്നണോ പോർക്കിറച്ചി തിന്നണോ പോത്തിറച്ചി കഴിക്കണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എൻ്റെ വീടിൻ്റെ ഉമറത്ത് ഒരു നക്ഷത്ര വിളക്ക് തെളിയണം. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് സർവ്വലോകത്തോടും ഞാൻ വിളിച്ചു പറയണതിൻ്റെ അടയാളമാണ് എൻ്റെ വീടിൻ്റെ ഉമറത്ത് ഞാൻ തെളിച്ചു വെക്കുന്ന നക്ഷത്രം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂജരാജാക്കളോട് മാലാഖ എന്താ പറഞ്ഞത്? നക്ഷത്രം കണ്ട പിന്നാലെ പൊയ്ക്കോ. എവിടേക്കെങ്കിലും. നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കണോ അവിടെ നിങ്ങൾ അന്വേഷിക്കണ ദൈവമുണ്ടെന്ന്. എവിടേക്ക് പോയാലും കൊള്ളാം, നക്ഷത്രം പോണ വഴിക്ക് അങ്ങ് പോയേച്ചാൽ മതി. നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കണോ അതിനുള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവമുണ്ട്. രാജാക്കന്മാര് പിന്തുടർന്ന നക്ഷത്രം ബത്ലഹമിലെ കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് അകത്ത് കയറി അവർ കൊച്ചിനെ അമ്മയുടെ മടി കണ്ടുന്ന സുവിശേഷകൻ എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വഴിക്കോടെ പോണോരോടൊക്കെ നമ്മൾ വിളിച്ചു പറയുക, കർത്താവിനെ കാണണോ? എൻ്റെ വീട്ടിലേക്ക് വാ, ഇതിനകത്തുണ്ടെന്ന്. കർത്താവിനെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ വരാൻ, എൻ്റെ വീട്ടിൽ തമ്പുരാനുണ്ടെന്ന്. അപ്പം മരിച്ചാലും അമ്മ മരിച്ചാലും എന്തെല്ലാം ദുരിത പർവ്വങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലും മരണമില്ലാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് സർവ്വലോകത്തോടും ഞാൻ വിളിച്ചു പറയണതിൻ്റെ അടയാളമാണ് എൻ്റെ ക്രിസ്മസിന് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമറത്ത് തെളിച്ചു വെക്കുന്ന നക്ഷത്രം. അതുകൊണ്ട് നക്ഷത്രം തെളിക്കാണ്ടിരിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എൻ്റെ ഇടവകയിലൊക്കെ ഞാൻ പറയും, നക്ഷത്രം ഇടാത്ത വീട്ടിൽ വികാരിച്ചം വന്ന് നക്ഷത്രം ഇടും. കാരണം അത് ക്രിസ്ത്യാനിയുടെ അല്ല, എല്ലാ മനുഷ്യൻ്റെയും, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ക്രിസ്മസ് നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രം വലിയ പ്രത്യാശയിലേക്ക്, വലിയ പ്രതീക്ഷയിലേക്കാണ് നമ്മളെ കൊണ്ടുപോണത്. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. അവൻ ഒരിക്കലും എന്നെ തള്ളിക്കളയാത്ത ദൈവമാണ്. അവൻ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാത്ത കർത്താവാണ്. ഈ ഒരു ഉറച്ച ബോധ്യത്തോടെ വേണം കർത്താവിൻ്റെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വീടിൻ്റെ ഉമ്മറത്ത് മാത്രമല്ലട്ടാ, നമ്മുടെ ചങ്കില് വേണം അങ്ങനെ ഒരു നക്ഷത്രം. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ദൈവസാന്നിധ്യ അവബോധത്തിൻ്റെ സുന്ദരമായൊരു നക്ഷത്രം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വേണം. തമ്പുരാൻ്റെ പിറവി അനുഭവമാവണത് അങ്ങനെയാണ്. തമ്പുരാൻ്റെ പിറവി എന്തെല്ലാം പ്രശ്ന പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. എന്തുമാത്രം ദുഃഖ ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഞാൻ പറയുന്നത് ഭൗതികമായ സംഗതികൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മാനുഷികമായ ബലഹീനതകൾ, മാനുഷികമായ പോരായ്മകൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഭൗതികമായ കഷ്ടനഷ്ടങ്ങളെക്കാളുമൊക്കെ വല്ലാണ്ട് ഭീകരമാണ് ആത്മീയമായ വരൾച്ചകൾ, ആത്മീയമായ അസ്വസ്ഥതകൾ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല എന്നുള്ളൂ. പ്രാർത്ഥിച്ചിട്ടും 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 കിട്ടാണ്ട് വരുമ്പോൾ മനസ്സിൽ വരുന്ന നിരാശയുണ്ടല്ലോ, അത് പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴുള്ള അസ്വസ്ഥതയേക്കാളും ഭീകരമാണ്. പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കറിയാം. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? എനിക്ക് തോന്നിയിട്ടില്ലട്ടാ. എല്ലാവരും പറയും അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഞാനും പറയും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊരു സൂക്കേടുണ്ട്. ആരെന്ത് പറഞ്ഞാൽ അപ്പം പറയും പ്രാർത്ഥിക്കട്ടാ. ഒരു സ്ഥിരം സ്വഭാവം അത്. ശ്വാസം വിടണ പോലെയാ, ചുമ്മാ അങ്ങോട്ട് തട്ടിയേക്കാണ് പ്രാർത്ഥിക്കട്ടാ. വെറുതെ അങ്ങോട്ട് പറഞ്ഞേക്ക്. ആരെ കണ്ടാലും ക്ഷയിക്കാൻ്റെ ഓടുന്ന അച്ഛ പോട്ടേട്ടാ പ്രാർത്ഥിക്കട്ടാ. എന്തിനു? ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കുക അച്ഛനോട്. ചിലർ തിരിച്ചു ചോദിക്കും. എല്ലാവരും പറയും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ പ്രിയപ്പെട്ടവരെ? എനിക്ക് തോന്നിയിട്ടില്ലട്ടാ. നിസ്സാര പണിയല്ല പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എനിക്ക് കുറച്ചാൾ ഈ ചിറ്റൂരൊക്കെ ഉണ്ടായിരുന്നു ധ്യാനകേന്ദ്രത്തിൽ. അത്യാവശ്യം പാത്രം കഴുകലും മുറ്റടിക്കലൊക്കെ ആയിട്ട് ഒരു 5 കൊല്ലം. അപ്പോൾ അവിടെ അങ്ങനെ കറങ്ങിപ്പിടിച്ച് നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ ധ്യാനം കൂടി കഴിയുമ്പോൾ ഭയങ്കര സ്പിരിറ്റാണേ. അച്ഛാ ഒരാഴ്ച ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു ഇരിക്കണ്ട, നടക്കാം, വല്ലപ്പോഴും കിടക്കാം. അതല്ല അച്ഛാ, പ്രാർത്ഥനയ്ക്ക് ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഇരിക്കണോ ഇപ്പം തന്നെ? അല്ല അച്ഛാ, വല്ലാത്തൊരു മോഹം. ഞാൻ പറയും തൽക്കാലം സഹോദരൻ ഇവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കൂട്, എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ താല്പര്യം തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം. അങ്ങനെ അയാൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ഡൂക്കിൽ പണി കൊടുക്കും. മുറ്റടിക്കാനോ കസേരയൊക്കെ അടക്കി പറക്കിയിടാനോ വേണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ ടാപ്പൊക്കെ ഒന്ന് അടച്ചിടാനോ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പണി. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഭ്രാന്ത് മൂത്ത എൻ്റെ അടുത്ത് വരും. അച്ഛൻ ഭയങ്കര പക്ഷവേദ കാണിക്കണേ, അച്ഛന് ആത്മാവൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയില്ലേ. അതല്ല അച്ഛൻ എന്താ എന്നെ പാത്രം കഴുകാൻ വിട്ടേക്കണേ? അച്ഛൻ എന്താ എന്നെ കസേര അടക്കി പറക്കി വയ്ക്കാൻ വിട്ടേക്കണേ? ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ട് മുട്ടി നിൽക്കാമെന്ന്, എനിക്ക് വല്ലാത്ത താല്പര്യമാന്ന്. അച്ഛൻ ഒന്ന് എന്നെ പ്രാർത്ഥനാ മുറിയിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനാ ഹാളിൽ ഇട്ടാപ്പം എന്താ അച്ഛന് കുഴപ്പം? ചിലർ വന്ന് എൻ്റെ അടുത്ത് മെക്കെട്ട് കയറും, ഒച്ചപ്പാടുണ്ടാക്കും. പക്ഷെ നമുക്ക് ഈ സൂക്കേട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിക്കും, നിനക്ക് എത്ര ദിവസം ഇരിക്കാൻ പറ്റും? അച്ഛാ ഞാനൊരു 3 മാസം ഇരിക്കാം. 3 മാസമൊക്കെ ഇരിക്കാൻ പറ്റും മധ്യസ്ഥ പ്രാർത്ഥനയിൽ. പിന്നെന്താ വെച്ചാൽ 3 മാസം ഞാൻ ഇരുന്നോളാം. അങ്ങനെ കുറേ പേര് മാത്രം അവിടെ സുഖിച്ചിരുന്നാൽ ശരിയാവില്ല. AC ഒക്കെ ഉണ്ടല്ലോ അച്ഛാ അവിടെ, ഞാൻ കുറച്ച് ദിവസം അവിടെ പോയിരിക്കട്ടെ. ഞാൻ പറയും സഹോദരൻ 3 മാസം എന്ന് ഇപ്പോൾ തീരുമാനിക്കണ്ട. കർത്താവിൻ്റെ നാമത്തിൽ പറയാണ്, 1 മാസമൊക്കെ മതിയിട്ടാ. 1 മാസം കഴിയുമ്പോൾ പുതുക്കണമെങ്കിൽ പുതുക്കാം, എന്നിട്ട് പിന്നെ നീണ്ടിരിക്കാം. 1 മാസമൊക്കെ ഇപ്പോൾ തൽക്കാലം ഒന്നും സഹോദരൻ പോയിരിക്കും. അച്ഛാ 1 മാസം കഴിയുമ്പോൾ എനിക്ക് പിന്നെയും തരണം കേട്ടോ. ഞാൻ പറയും ഒരു വിഷമം വേണ്ട, പോയിരുന്നോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും പുള്ളി വന്നിട്ട് ചോദിക്കും, അച്ഛാ 1 മാസം തന്നെ ഇരിക്കണോ? അത് പറ്റില്ല, 1 മാസം എന്തായാലും കമ്മിറ്റ്മെൻ്റ് ഉള്ളതല്ലേ. 1 മാസം എൻ്റെ പൊന്നച്ഛാ, അച്ഛനത് ഒഴിവാക്കി തരാലോ വേണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ല, തമ്പുരാൻ്റെ മുമ്പിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെടികൊണ്ട വെരികിൻ്റെ പോലെ പുള്ളി നടക്കണതാണ്. വെടികൊണ്ട വെരികിൻ്റെ പോലെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. കസേര അടക്കി വെക്കണവരെയൊക്കെ കൊതിയോടെ നോക്കും. ഞാൻ പറയും ഇവിടെ നിൽക്കണ്ട, പോയി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അച്ഛൻ ഞാൻ കക്കൂസ കഴുകിക്കോളാം. വേണ്ട അച്ഛൻ ഞാൻ പാത്രം വേണ്ട, മോൻ പോയി മധ്യസ്ഥ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ദൈവസന്നിധിയിലായിരിക്കുക, അത് അമ്മാതിരി വിളി കിട്ടിയവർക്ക്, കൃപ കിട്ടിയവർക്ക്, ദൈവം തെരഞ്ഞെടുത്തവർക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാ. പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്കണം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ച്. ഞാൻ ഭൗതികമായ വേദനകളെക്കുറിച്ച് മാത്രമല്ല പറയണത്, ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വേദനകളുണ്ട്. ഭീകരമായ പ്രലോഭനങ്ങൾ,
ഭീകരമായ അസ്വസ്ഥതകൾ, ആഗ്രഹിച്ചിട്ട് എത്തിപ്പിടിക്കാനാവാത്ത ആത്മീയതയുടെ ഔന്നത്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ട്. അച്ഛൻ പറഞ്ഞു വരണത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് അസ്വസ്ഥതയായിക്കോട്ടെ, നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ടെങ്കിൽ ജീവിതത്തിന് പുതിയ അർത്ഥവും പുതിയ ഭാവവും ഒക്കെ കൈവരും. പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിന്റെ ജീവിതത്തിൻ്റെ വേദനകളിലും നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും എന്തുമാത്രം നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ സുഖത്തിൽ നിനക്ക് എന്തുമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും. നിന്റെ വേദനകളിൽ നിനക്ക് എന്തുമാത്രം കർത്താവിനെ സ്തുതിക്കാനൊക്കും. ഇത് നമ്മൾ ധ്യാന വിഷയമാക്കണം. ക്രിസ്മസ് നമ്മോട് പറയുന്നൊരു കാര്യം അത്, നിന്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥാന്തരങ്ങളിലും നിന്റെ കൂടെയുള്ള ഒരു ദൈവം നിനക്കുണ്ട്. നമ്മൾ നിസ്സഹായരായിരിക്കും, നമ്മൾ നിസ്സാരരായിരിക്കും. ഈ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ നിസ്സാരരാണെന്ന് കരുതിയ മനുഷ്യരൊക്കെയാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മുടെ മുമ്പിൽ അവതരിച്ചത്. ഞാൻ ആലുവെന്നാ പറഞ്ഞേ, മൊത്തം മുങ്ങിപ്പോയി. അവിടെ ഇപ്പോൾ സ്റ്റാർ സിനിമാ നടന്മാരോ മെത്രാന്മാരോ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ ഒന്നുമല്ല, മീൻ മണക്കണ തൊഴിലാളികളാ. അവരെയാണ് ഇപ്പോൾ ദൈവം എന്ന് വിളിക്കണേ നാട്ടുകാർ. അവർക്കാണിപ്പോൾ ദൈവത്തിൻ്റെ ഛായ എന്നാണ് മനുഷ്യൻ്റെ പുതിയ കണ്ടുപിടുത്തം. നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിലും നിസ്സാരതയിലും ദൈവം അത്ഭുതകരമായി കടന്നു വരും. ആ മത്സ്യത്തൊഴിലാളികൾ പോലും അത്ഭുതപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും വിലയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ പോലും അത്ഭുതപ്പെടുന്നു. ആ സമയത്ത് എങ്ങനെയാ കുനിഞ്ഞു നിന്ന് കൊടുക്കാൻ തോന്നിയത്? ആ സമയത്ത് എങ്ങനെയാ അങ്ങനെയുള്ള ഡയലോഗൊക്കെ വിടാൻ തോന്നിയത്? ഞാൻ ചത്താലും ചേച്ചീനെ ചാവാൻ സമ്മതിക്കില്ല ചേച്ചിയെ എന്നൊക്കെ പറയാനുള്ള കപ്പാസിറ്റി ഈ അണ്ണന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയണേ. നിസ്സാരമെന്ന് ഞാൻ പലപ്പോഴും കുറച്ച് നാളായിട്ട് അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരണ ഒരു ചിത്രമുണ്ട്, ഒരു യാഥാർത്ഥ്യം. അത് വേറെ ഒന്നുമല്ല, ഞാനൊരു പുസ്തകം എഴുതണം എന്നൊക്കെ വിചാരിക്കണം. പുസ്തകം എഴുതുന്നതിന് മുമ്പ് ടൈറ്റിൽ തീരുമാനിച്ചു. പുസ്തകം എഴുതാൻ പോണില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നല്ല ടൈറ്റിൽ ഗംഭീരമായിട്ട് ഇരിക്കട്ടെ എന്ന് എഴുതി ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മുറിയിൽ. ദാവീദിൻ്റെ കവണയുടെ ഉള്ളിൽ ഒരു കല്ലുണ്ടായിരുന്നു അല്ലേ? ദാവീദിൻ്റെ കവണയുടെ ഉള്ളിൽ ഒരു കല്ലുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈശോ എന്നോട് പറയണ പോലെ, എടാ നീ എൻ്റെ കവണയിലെ കല്ലാണ്, നീ എൻ്റെ കവണയിലെ കല്ലാണ്. എൻ്റെ കവണയെന്ന് പുറത്തു പോയാൽ നിനക്ക് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, നിനക്കൊരു വിലയില്ല. നീ വെറുതെ മനുഷ്യർ ചവിട്ടണ, തട്ടിക്കളിക്കണ, പിള്ളേർ കളിക്കാനെടുക്കണ വെറും ഒരു ഉരുളം കല്ല്. പക്ഷെ എൻ്റെ കവണയുടെ ഉള്ളിൽ നീ കയറിയിരിക്കുമ്പോണ്ടല്ലോ, നിന്നെ പ്രതിരോധിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. എന്തും നീ അടിച്ചിടും, എന്തും നീ തകർത്തെറിയും, ആരെയും നീ തോൽപ്പിക്കും. ഞാനത് കാരണം പുസ്തകത്തിന് ടൈറ്റിൽ എഴുതി വെച്ച് കവണിക്കല്ല്. ഞാൻ അങ്ങനെ എഴുതി വെച്ച് കവണിക്കല്ല്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കവണയിലെ കല്ല, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കവണയിലെ കല്ല. ദാവീദിനെ എല്ലാവരും പുച്ഛിച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? പക്ഷെ അവൻ്റെ പോക്കറ്റിൽ 5-6 കല്ലുണ്ടായിരുന്നു. അതിൽ ആശാൻ എടുത്തത് ഒരെണ്ണം. അത് അവൻ കവണയുടെ ഉള്ളിൽ വെച്ച് കറക്റ്റ് പെടച്ചപ്പോ വീണത് ഒരു ജനതയുടെ മുഴുവൻ അഹങ്കാരമാണ്. നമ്മുടെ ജീവിതം എത്ര നിസ്സാരമായിക്കോട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരരാണെന്ന് നമുക്ക് തോന്നിക്കോട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊക്കെ ഏറ്റുപറഞ്ഞോട്ടെ നമ്മളൊന്നും അല്ലെന്ന്. പക്ഷേ തമ്പുരാൻ്റെ കവണയുടെ ഉള്ളിൽ കയറി കൂടിയാണ്ടില്ല, പിന്നെ നീ സങ്കല്പിക്കുന്നതിനും അപ്പുറം ശക്തിയുള്ളവനാ. നേരത്തെ പീറ്റർ പറഞ്ഞില്ലേ, നിസ്സാരനായവനെ എന്തെന്ത് കാര്യങ്ങൾക്കാ ദൈവം നിയോഗിക്കണത്, എന്തെന്ത് അത്ഭുതങ്ങളാ അവൻ്റെ കൈരങ്ങളിലൂടെ കർത്താവ് നിവർത്തിക്കണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളിൽ കർത്താവ് കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ശക്തി ധരിക്കുന്നവരാകും. നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പുതിയ അർത്ഥവും പുതിയ രൂപവും ഒക്കെ കൈവരും. കർത്താവിൻ്റെ സന്നിധിയിൽ നാം അപ്രതിരോധ്യരായ ശക്തിയുള്ള മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം. സെമിനാരി പഠനകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വഴി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബലപ്പെടുത്തിയിട്ടുള്ളൊരു വചന.
ഞാനിങ്ങനെ വചനമൊക്കെ പറയുന്നുണ്ടെങ്കിലും വചനം പറയാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇതിങ്ങനെ ഈ തല അരച്ചതായതുകൊണ്ടും ഈ വാചകം അടിക്കാൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടും വിളിക്കണമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ എപ്പോഴും സെമിനാരി കാലത്ത് ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഈ പാപിയും ബലഹീനനുമായവൻ എങ്ങനെ നിന്റെ പുരോഹിതനാവും? ഇത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവും സ്വാർത്ഥതയുമുള്ളവൻ എങ്ങനെ നിന്റെ ശുശ്രൂഷകനാകും? ഞാൻ പലപ്പോഴും എൻ്റെ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം കുമ്പസാരക്കൂട്ടിലെ വൈദികൻ എന്നോട് പറഞ്ഞ്, മോനെ, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിന്മേൽ വർദ്ധിക്കും. എനിക്ക് ആദ്യം ഒരു വെടിയും കിട്ടിയില്ല ഈ വചനം. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിന്മേൽ വർദ്ധിക്കും. നിനക്കറിയാമോ ആ അത്ഭുതം? ഞാൻ പറഞ്ഞു, ഇല്ലച്ചാ, നീ റോമർക്ക് എഴുതിയ ലേഖനം 5:20 വായിച്ച് ധ്യാനിക്ക്. അന്നാണ് ഈ വചനം ഞാൻ പരിചയപ്പെട്ടത്. റോമർ 5:20. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിന്മേൽ വർദ്ധിച്ച്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പോരായ്മയുമായി എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ചെന്നാലും അവൻ ആ ബലഹീനതയുടെ മേൽ അവൻ്റെ കൃപയൊഴുക്കും. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പാപികളായിരിക്കും, നമ്മൾ ബലഹീനരായിരിക്കും, പ്രാർത്ഥിക്കാൻ നമുക്ക് അർഹത കാണില്ല, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരല്ല എന്ന് പലപ്പോഴും നമ്മൾ നിരാശപ്പെടും. ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്. പാപബോധത്തെക്കുറിച്ചല്ല അച്ഛൻ പറയണത്. ദൈവത്തിനു മുമ്പിൽ പോലും ഞാൻ ഒന്നുമല്ലാത്തവനാണെന്ന്, ഞാൻ കൊള്ളില്ലാത്തവനാണെന്ന്, എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നവരോടാ അച്ഛനത് പറയണത്. നിന്റെ ജീവിതത്തിൻ്റെ ബലഹീനതയിലും നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കഷ്ടപ്പാടുകൾ എത്ര വലുതാണെങ്കിലും നിന്നെ വല്ലാണ്ട് പൊത്തിപ്പിടിക്കുന്നൊരു കർത്താവുണ്ട്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതെൻ്റെ മനസ്സിൽ കടന്നു വരും. കർത്താവിൻ്റെ തിരുപ്പിറവിയെ ധ്യാനിക്കുമ്പോൾ ഈ ചിന്ത എന്നെ വല്ലാണ്ട് ആശ്വസിപ്പിക്കും. ഞാൻ വളരെ പണ്ട് 2008 എൻ്റെ ഓർമ്മ, 10 കൊല്ലം മുമ്പാ, ഒരു ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനത് പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്. ഒരു അനുഭവം ഉണ്ടായത് വേറൊന്നുമല്ല. ഈ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് ഒരെണ്ണം, എല്ലാ കൊല്ലവും ഉണ്ടാക്കും. പഞ്ഞി കൊണ്ടാണ് ഉണ്ടാക്കാറ്. എളുപ്പമാണുള്ള പരിപാടി, പെട്ടെന്ന് അങ്ങോട്ട് പറക്കിയിട്ടാൽ മതി. പഞ്ഞി മേടിക്കാനും എളുപ്പമാണ്. മഞ്ഞുള്ള സമയത്തല്ലേ ഈശോ പെറുത്തെന്ന് പറയണേ. അപ്പോൾ അത് തന്നെ നമ്മുടെ പുൽക്കൂട് മുഴുവനും വെളുത്തിരിക്കാറാ പതിവ്. എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഉണ്ണീശുണ്ട്, മാതാവുണ്ട്, ഔസേപ്പുണ്യാളനുണ്ട്, മാലാക തൂങ്ങിക്കിടക്കണ മാലാഖയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, ആട്ടിടയന്മാരുണ്ട്, ആട്ടുമുട്ടന്മാരുണ്ട്, ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളൊക്കെത്തിനും പറക്കി വെച്ചൊരു കുഞ്ഞ് പുൽക്കൂട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ പുൽക്കൂടിൻ്റെ മുമ്പിൽ ഇരിക്കും രാത്രി സമയം കിട്ടുമ്പോൾ. ഈ പാതിരാ കുർബാന കഴിഞ്ഞ് എല്ലാ ആത്മാക്കളും കാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് പോവും. കാപ്പിയും കേക്കും ഉണ്ട് പള്ളിയിൽ, അതുകൊണ്ട് കാപ്പി ക്രിസ്മസ്. എല്ലാവരും കാപ്പി ക്രിസ്മസ് പറഞ്ഞു ഒക്കെ വീട്ടിൽ പോവും. വികാരിയച്ഛൻ ഒന്ന് പള്ളി പരിസരത്തൊന്ന് കറങ്ങി നടന്ന് ഈ കർത്താവിൽ നിദ്ര പ്രാപിച്ച് കുറേ ആത്മാക്കൾ കിടപ്പുണ്ടാവും. പാതിര കുർബാന കഴിയുമ്പോൾ അവരെയൊക്കെ ഒന്ന് മൂട്ടിൽ കൊട്ടി എഴുന്നേൽപ്പിച്ചൊക്കത്തിനും പറഞ്ഞു വിടും. വീട്ടിൽ പൊക്കോളാൻ പറയും. പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് പാതിര കുർബാനയുടെ പ്രസംഗം തുടങ്ങുമ്പോഴേ കേൾക്കാം. കൂർക്കമ്പലി പള്ളിയുടെ അകത്തുനിന്നും കേൾക്കാം, മണിമാളികയുടെ അടിയിൽ നിന്നും കേൾക്കാം. കപ്പ്യാരും ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എല്ലാവരും എഴുന്നേൽപ്പിച്ച് വിട്ട് വികാരിയച്ഛൻ മുറി കയറും. ഉറങ്ങാൻ പറ്റില്ലല്ലോ, അടുത്ത കുർബാന പ്രഭാതത്തിലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കും ഈ പുൽക്കൂടിൻ്റെ മുമ്പിൽ, എൻ്റെ ഉണ്ണിയുടെ മുമ്പിൽ. അങ്ങനെ ഒരു കൊല്ലം 2008 ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു അനുഭവമാണിത്, ജീവിതത്തിൻ്റെ ഒരു ആത്മീയ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വെറുതെ ഒരു തമാശയായിട്ടോ കൗതുകമായിട്ടോ തോന്നും, പക്ഷെ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയോ എന്തോ, പെട്ടെന്ന് ആരോ എന്നെ വിളിക്കണ പോലെ എനിക്ക് തോന്നി. ഡാ എന്ന് വിളിച്ച്. അച്ഛൻ്റെ ഒരു ബഹുമാനം എന്നോട് കാണിച്ചില്ല. എടാന്നാ വിളിച്ചേ. എനിക്കിഷ്ടമായില്ല, അച്ഛന്മാരുടെ സ്വഭാവം അറിയാലോ. എന്നാലും പാതിരയല്ലേ, ആരും ഇല്ലല്ലോ, അടി കൊണ്ടാ മേടിക്കണം, വേറെ ഒന്നുമില്ല. അപ്പം അത് കാരണം ഞാൻ പതുക്കെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ആരുമില്ല പള്ളി പരിസരത്ത്. എല്ലാവരും ഓടിച്ചു വിട്ടിട്ടാണ് വികാരിച്ച മുറി കയറി വാലടച്ചത്. ഞാൻ ആരും കാണാണ്ടായിപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ഉറക്കം തോന്നി. പിന്നെ എന്നെ ആരോ വിളിച്ച്. ആരോ വിളിച്ച്. ഞാൻ പിന്നെയും നോക്കി, ആരുമില്ല. എനിക്ക് പേടിയായി. കർത്താവേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പേടിയൊക്കെ വരും. ഞാൻ പേടിയായി. ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല. വീണ്ടും ഞാൻ പതുക്കെ മന്നിച്ച്. വീണ്ടും ഞാൻ കേട്ട് ഡാ എന്നൊരു വിളി കേട്ട്. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പുൽക്കൂട് പുൽത്തൊഴുത്തുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണത്,
അതിനകത്ത് ആ ചുമന്ന നിറമുള്ള സാധനം പശുവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് തെളിവൊന്നുമില്ല, എന്നാലും ഞാൻ അതിനെ പശു എന്നാണ് വിളിക്കണേ. ഞാൻ നോക്കുമ്പോൾ ആ സാധനമാണ് ഈ ചുമന്ന നിറത്തിലുള്ള പാർട്ടി എന്നെ നോക്കി കണ്ണുരുട്ടണം. ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തമാശയാണ്, പക്ഷെ എനിക്ക് വലിയ കാര്യമായിരുന്നത്. 2008 ക്രിസ്മസിന് ഈ സാധനം എന്നെ നോക്കി കണ്ണുരുട്ടണ്. ഞാൻ ചോദിച്ചു എന്നെ വിളിച്ചാ? അപ്പൊ പശു പറഞ്ഞു ഞാൻ വിളിച്ചു. എന്നാ പറ്റി? അപ്പൊ പശു എന്നോട് ചോദിച്ചു എടാ, സ്വർഗത്തിൽ നിറയെ ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങളിപ്പോഴും ചിന്തിക്കേണ്ടത് എന്ത് പ്രാന്ത ഈ അച്ഛൻ പറയണേ. വെളുപ്പിന് 3 മണി നേരത്ത് ഞാൻ കേട്ട ചോദ്യമാണ്. ഈ പശു എന്നോട് ചോദിക്കുകയാണ്, എടാ സ്വർഗത്തിൽ നിറച്ച് ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നല്ല തണുപ്പുള്ള സമയമാണ്, 24-ാം തീയതി, നല്ല തണുപ്പല്ലേ? ഈ പച്ച പാതിരിക്ക് എന്തിനാ ഈ ഐസ്ക്രീമിൻ്റെ കാര്യം ചോദിക്കണത്? ഞാൻ പശുവിനോട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ 1 മിനിറ്റ് മിണ്ടാണ്ടിരുന്നു. പശു ചൂടായി. ചോദിച്ചു കേട്ടില്ലേ, സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, അവനവൻ്റെ അനുഭവമല്ലേ വലുത്. ഞാൻ എൻ്റെ പശുവിനോട് പെട്ടെന്ന് ചാടി പറഞ്ഞു, എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ടെന്ന്. എൻ്റെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൻ്റെ അമ്മ. നുണ പറയാൻ PhD എടുത്തേക്കണാണ്. അടാറ് നുണ പറയും. കുട്ടിക്കാലത്ത് എന്തോരം നുണ എന്നെ പറഞ്ഞ് പിടിപ്പിച്ചതെന്നറിയൂ? സ്വർഗത്തിൽ നിറച്ച ഐസ്ക്രീമാണ്. ഈ സ്വർഗത്തിൽ പോകാനുള്ള കൊതി പിള്ളേർക്ക് ഉണ്ടാവാൻ വേണ്ടി അമ്മാമ്മമാർ അല്ലേ പണ്ടത്തെ കാലത്ത്. ഇപ്പം അമ്മാമ്മയുണ്ടോ, കൊതിയുണ്ടോ, കഥയുണ്ടോ? ഒന്നുമില്ല. പണ്ടങ്ങനെയല്ല, അമ്മാമ്മമാരൊക്കെ പറഞ്ഞു തരും കൊച്ചങ്ങൾക്ക്. ഈ തിരുബാലസഖ്യം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? തിരുബാലസഖ്യം ഹോളി ചൈൽഡ്ഹുഡ് കന്യാസ്ത്രീമാരാണ് അത് നടത്തണത്. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ദൈവമേ, ആ സിസ്റ്റർ എന്തോരം നുണ പറഞ്ഞേക്കണമെന്നറിയൂ? നല്ല നുണ പറയും. സിസ്റ്റർ ബാപ്റ്റിസ്റ്റാ, മരിച്ചുപോയി, പാവം. എന്തൊക്കെയാ പറഞ്ഞേക്കണേ എന്നോട്? ഡിസംബർ 1-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച തിരുബാലസഖ്യത്തിന് സിസ്റ്റർ വരും. ഡിസംബർ മാസം സിസ്റ്റർ വരുമ്പോൾ വലിയൊരു കടലാസ് ഉണ്ടാവും സിസ്റ്റിൻ്റെ കയ്യിൽ. സിസ്റ്റർ എന്നിട്ട് പറയും, മക്കളെ ഉണ്ണി പറക്കാൻ പോവാട്ടാ. ഓ, നമ്മളന്ന് 3-ാം ക്ലാസ് ട്രൗസർ ഇട്ടിരിക്കല്ലേ. അപ്പൊ സിസ്റ്റർ പറയും തണുപ്പണ്ടാ. ഓ, ഉണ്ണിക്ക് പുതപ്പുണ്ടാക്കണോട്ടാ. അപ്പൊ ഞാൻ ചോദിക്കും അതെങ്ങനെ ഉണ്ടാക്കും സിസ്റ്ററെ? അപ്പൊ സിസ്റ്റർ പറയും 50 സ്വർഗസ്ഥനായ ചെല്ലണം. നിങ്ങളൊന്നും കേട്ടില്ല ഇതൊന്നും? പണ്ടത്തെ സിസ്റ്റർമാർ അങ്ങനെ നല്ല വിശുദ്ധമായ നുണ പറഞ്ഞു തരുമായിരുന്നു. 50 സ്വർഗസ്ഥനായ ചെല്ലിയ ഉണ്ണിക്ക് പുതപ്പ്, 25 നന്മർജനം ചെല്ലിയ ഉണ്ണിക്ക് ട്രൗസർ, 40 സുഹൃത ജപം ചൊല്ലിയ ഉണ്ണിക്ക് കാലൊറ. എന്തൊക്കെ ഞാൻ തയ്ച്ചേക്കണമെന്നറിയോ? എൻ്റെ നല്ല പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ ഞാൻ എന്തോരം തയ്ച്ചു കൂട്ടിയേക്കണ കർത്താവിന്. സ്വർഗസ്ഥനായി ചെല്ലി ഉടുപ്പ് പല വെറൈറ്റി, കൈയുള്ളത്, കൈ നീട്ടമുള്ളത്, എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ചു, കർത്താവേ, ആ സിസ്റ്റർ പറഞ്ഞ് നിനക്ക് കണ്ടമാനം ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ, വല്ലതും നിനക്ക് പാകമായിട്ടുണ്ടോ? അളവൊന്നും സിസ്റ്റർ പറഞ്ഞില്ല, അങ്ങോട്ട് അടിച്ചോളെന്നെ പറഞ്ഞേ. അപ്പം ഞാൻ എൻ്റെ പശുവിനോട് പറഞ്ഞു, ഈ തൊഴുത്തിൽ പശു ഇരിക്കണല്ലോ, പശുവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന്. അത് പറഞ്ഞേക്കുന്നത് അമ്മമ്മയാ. അമ്മമ്മ പറയും സ്വർഗത്തിൽ ഐസ്ക്രീമാണ് മോനെ, ഇവിടെ നിനക്ക് അപ്പം ചോദിച്ചാൽ മേടിച്ചു തരൂലല്ലോ, അവിടെ ചെന്നാണ്ടില്ല ഐസ്ക്രീം എന്ന് അങ്ങോട്ട് പറഞ്ഞാ കേട്ട പാതി കേൾക്കാത്ത പാതി മാലാക നിന്നെടുത്ത് ഐസ്ക്രീമിൻ്റെ കിണറ്റിലേക്ക് അങ്ങോട്ട് ഇടും. പിന്നെ അവിടെ കിടന്ന് നീ വയറ് നിറച്ച് ഐസ്ക്രീം കുടിച്ച് ചാവാറാവുമ്പോൾ നിലവിളിച്ചാൽ മതി. അപ്പം മാലാക കയറിട്ട് തരും, കയറിപ്പോരാം. സ്വർഗത്തിൽ കംപ്ലീറ്റ് ഐസ്ക്രീമിൻ്റെ കിണറാന്ന് എൻ്റെ അമ്മമ്മ എന്നോട് പറഞ്ഞത്. അവിടെ കഞ്ഞിയും ചമ്മന്തി ഒന്നും കിട്ടൂല. ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഇതിൻ്റെ ചില്ലി ഗോബി, 65 ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അടിപൊളി സെൻട്രലൈസ്ഡ് AC ആണ് സ്വർഗത്തിൽ. പോകുമ്പോൾ പുതപ്പും കൊണ്ടുപോകണം, അവിടെ ഭയങ്കര തണുപ്പാന്ന് പറയണേ. അമ്മാമ്മമാരങ്ങനെ പലതും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പശുവിനോട് പറഞ്ഞ്, എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ടെന്ന്. പശു എന്നോട് പറഞ്ഞു ഐസ്ക്രീമാ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ നോക്കി. എൻ്റെ മോനെ, ഐസ്ക്രീം പോയിട്ട് ഒരു ബക്കറ്റ് കാടിവെള്ളം പോലും ഇവിടെ ഇല്ലട്ടാ. പശു പറയണ് ഒരു ബക്കറ്റ് കാടിവെള്ളം പോലും ഇവിടെ ഇല്ലട്ടാ. ഞാൻ പറഞ്ഞു ഓ, നമ്മളെന്ത് ചെയ്യാനാ? പശു പറഞ്ഞു നിനക്കറിയാമോ ഇവിടെ ഏതാണ്ട് കണക്കെടുപ്പ് നടക്കണുണ്ടെന്നാ പറയണേ.
ഉള്ള ദരിദ്രവാസികളൊക്കെ വിരുന്നുകാരായിട്ട് വന്നിട്ടുണ്ടത്രേ. അത് കാരണം ഈ വീട്ടുടമസ്ഥർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ല. ഞങ്ങളുടെ 1, 2 ഒക്കെ ഇവിടെ തന്നെയാ. ഒടുക്കത്തെ നാറ്റാണ്, ഭയങ്കര കൊതുകാണ്. പശു പറഞ്ഞ്, ഞാൻ ഈ വാലിട്ട് കറക്കണ എന്താണെന്നറിയാമോ? എന്താണാവോ? പശു പറയാ, കൊതുക് തച്ചിനിരുന്ന് കുത്താണ്. പൊട്ടനീച്ച എന്തോരാണ് തൊഴുത്തിൽ, ആകെ പ്രശ്നമാണ് ഇവിടെ, ഭയങ്കര നാറ്റം. ഞാനിതൊക്കെ കേട്ട് വിഷമിച്ച് അങ്ങനെ ഇരുന്ന്. ഈ പശുവിൻ്റെ പ്രാരാബ്ദം, കഷ്ടപ്പാട് ഒക്കെ കേട്ടിരുന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പശു എന്നോട് പിന്നെയും പറഞ്ഞു, എടാ എന്തോ നീ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പിന്നെയും നോക്കി. അപ്പം പശു പറഞ്ഞു, ഒരെണ്ണം കൈയും കാലും ഇട്ട് അടിച്ച് കിടക്കണത് നീ കണ്ടാ? ഉവാ. നീ കണ്ടാ? ഉവാ. ദൈവമാണെന്നാ പറയണേ, ദൈവമാണെന്നാ പറയണേ. നിനക്കറിയോ ഇതിൻ്റെ പേരാണ് സ്വർഗം. 2008 ഡിസംബർ 24 പച്ച പാതിരയ്ക്ക് മുമ്പൊക്കെ കിട്ടിയൊരു ലോട്ടറി അത്. എൻ്റെ പശു എന്നോട് പറയാ, നീ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയേൻ. എന്തോ? മൂലയ്ക്ക് ഒരെണ്ണം കൈയും കാലും ഇട്ടടിച്ച് കിടക്കണത് നീ കണ്ട? ഉവാ. ദൈവമാണെന്നാ പറയണേ. ഓ, ഇതിൻ്റെ പേരാണ് സ്വർഗം. ഞാൻ ഉറങ്ങിപ്പോയി. സ്വപ്നമൊക്കെ അവിടെ കഴിഞ്ഞ്, അനുഭവമൊക്കെ അവിടെ കഴിഞ്ഞ്. പിറ്റേന്ന് വെളുപ്പിൻ്റെ കുർബാന കാസിയും ബീലാസിയും ഒരുക്കാൻ തുടക്കണ നേരത്ത് ഞാൻ എൻ്റെ തമ്പുരാനോട് ചോദിച്ച്, കർത്താവേ ഇന്നലെ ഏതാണ്ട് കണ്ടില്ല, നീ കണ്ട? ഉവ്വ ഞാൻ കണ്ട്. കർത്താവ് എനിക്കൊന്നും മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിച്ചേ? എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഈശോ ആ പ്രഭാത ബലിക്ക് എന്നോട് പറഞ്ഞു, കാസിയും ബീലാസിയും ഒരുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ പൊട്ട, നിന്റെ ചങ്കിൻ്റെ കാര്യാ പറഞ്ഞേ, നിന്റെ ജീവിതത്തെ കുറിച്ചാണ് നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ വൃത്തികേടുണ്ടെങ്കിലും എന്തൊക്കെ കുറവുണ്ടെങ്കിലും കയറിക്കിടക്കാൻ ഒരിത്തിരി സ്ഥലം തന്നാ മതി, പിന്നെ നിന്റെ ചങ്കും പുറത്ത് നീ എഴുതി വെച്ചോ സ്വർഗം. പിന്നെ നിന്റെ ചങ്കും പുറത്ത് നീ എഴുതി വെച്ചോ സ്വർഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എനിക്ക് തന്നതൊരു വലിയ ബോധ്യമാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തില് ഭീകരമായ ദുർഗന്ധമാണ്. അവിടെ ഒരു വൃത്തിയും വെടുപ്പില്ല. അവിടെ എല്ലാ തരം മെനകേടുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷെ അവിടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം കൈ കാലിട്ടടിച്ച് ദൈവത്തിൻ്റെ മോൻ, അതായിരുന്നു സ്വർഗം. ഐസ്ക്രീമുള്ള സ്ഥലമല്ല സ്വർഗം, ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉള്ള സ്ഥലമല്ല സ്വർഗം, സമൃദ്ധമായ സുഖസൗകര്യങ്ങളുള്ള ഇടമല്ല സ്വർഗം. നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ കുറവുകൾ ഉണ്ടായിക്കോട്ടെ, ഈ ലോകം മുഴുവനും നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പൊട്ട ചീത്ത എന്ന് വിലയിരുത്തിക്കോട്ടെ, നിന്റെ വീടിനകത്ത്, നിന്റെ ചങ്കിനകത്ത് നിന്റെ കർത്താവിന് കിടക്കാൻ ഒരിത്തിരി സ്ഥലം കൊടുത്തേച്ചാ മതി. പിന്നെ നിന്റെ വീടിൻ്റെ ഉമറത്തും നിന്റെ ചങ്കും പുറത്തും നിനക്ക് ധൈര്യമായിട്ട് എഴുതി വെക്കാം സ്വർഗം. ബലഹീനതകൾ ഓർത്ത് വേവലാതിപ്പെടണ്ട, പോരായ്മകൾ ഓർത്ത് കുണ്ഠിതപ്പെടണ്ട, ദാരിദ്ര്യ ദുഃഖങ്ങളുണ്ടെന്നോർത്ത് വിഷമിക്കണ്ട, പരിഹരിക്കാനാവാത്ത പ്രശ്നപ്രയാസങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നോർത്ത് ഭയപ്പെടണ്ട. നിന്റെ ജീവിതത്തിൻ്റെ സകല നിസ്സഹായതയിലും നിസ്സാരതയിലും നിന്റെ കൂടെ നിന്റെ കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നീ പരിശോധിച്ചാൽ മതി, എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി. നിന്റെ വീടിൻ്റെ പേരാണ് സ്വർഗം, നിന്റെ ഹൃദയത്തിൻ്റെ പേരാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എത്ര നിസ്സാരനായാലും, മറ്റു കുടുംബങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞാലും, മറ്റു ജീവിതങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ബലഹീനതയുടെ, പോരായ്മയുടെ, നിസ്സാരതയുടെ, നിസ്സഹായതയുടെ ഒരു ജീവിതമായാലും എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എത്രയോ കൃപയിലും അനുഗ്രഹത്തിലുമാണെന്ന് നീ മനസ്സിലാക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പിറവി നമ്മോട് പറയണ സത്യം. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ,
നിന്റെ പ്രയാസങ്ങൾ എത്ര ഭീകരമായിക്കോട്ടെ, നിന്റെ തമ്പുരാന്റെ മുമ്പിൽ നീ സമർപ്പിക്കുന്ന നിന്റെ പ്രാർത്ഥനകൾ, യാചനകൾ എത്ര ക്ഷിപ്രസാധ്യമായിക്കോട്ടെ, നിന്റെ തമ്പുരാൻ ഏത് ബലഹീനതയിലും പിറക്കാൻ കൊതിക്കുന്നവനാ, ഏത് നിസ്സാരതയിലും പിറക്കാൻ കൊതിക്കുന്നവനാ. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. എന്തായാലും ബത്ലഹേമിലെ കാലിത്തൊഴുത്തോളം ദാരിദ്ര്യം നമ്മുടെ ആരുടെയും വീട്ടിലില്ലല്ലോ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തോളം തെറ്റിദ്ധാരണകൾ നമ്മുടെ വീട്ടിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെയാ ഔസേപ്പിന് ഈ കൊച്ചനെ മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെയാ മറിയത്തിന് ഈ കുഞ്ഞിനെ നെഞ്ചേറ്റാൻ ഒക്കുക? എങ്ങനെയാ ആട്ടിടയന്മാർക്ക് ഇത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുക? എങ്ങനെയാ പൂജരാജാക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഫല്യത്തിൻ്റെ മുമ്പിലാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുക? ഓർക്കണം, അവരുടെ എല്ലാവരുടെയും ചങ്കിനകത്ത് ഒരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു. ദൈവം കൂടെയുള്ളതിൻ്റെ ആർജവത്വം, ധൈര്യം. കർത്താവ് വിലയുള്ളവനാണെന്ന കരുതല്, ആ ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് അവരിതെല്ലാം കണ്ടെത്തിയത്. ആ കുടുംബത്തിൽ, ആ ജീവിതങ്ങളിലുണ്ടായ ഒരു പ്രയാസങ്ങളുടെ ഭീകരതയും നമ്മുടെ ജീവിതത്തിലില്ല, നമ്മുടെ പ്രയാസങ്ങളിലുമില്ല. ദൈവം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നീ എത്ര ബലഹീനനായിക്കോട്ടെ, നീ എന്തൊക്കെ പോരായ്മകളുള്ളവനായിക്കോട്ടെ, ഈ ലോകം മുഴുവനും നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ താഴ്ത്തി കെട്ടിക്കോട്ടെ, പക്ഷേ നിന്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ പേരാണ് സ്വർഗം, നിന്റെ ചങ്കിൻ്റെ പേരാണ് സ്വർഗം. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, നീ വന്ന് പിറക്കുക എൻ്റെ ഹൃദയത്തിൽ, നീ വന്ന് പിറക്കുക എൻ്റെ ബലഹീനതയിൽ, നീ വന്ന് പിറക്കുക എൻ്റെ പ്രയാസങ്ങളിൽ. എൻ്റെ വാത്സല്യമുള്ളവരെ, ഇതാണ് ഈ ക്രിസ്മസ് കാലം, ഈ വരുന്ന ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്ന ജീവിതത്തെ ബലപ്പെടുത്തുന്ന സന്ദേശം, ജീവിതത്തെ ബലപ്പെടുത്തുന്ന സന്ദേശം.